നമുക്ക് ബാലിന്യ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന അനുശ്രീയെ ചേർത്ത് പിടിച്ച ബാലൻ ദേവമംഗലത്തേക്ക് വരുവാണ്. ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ കാരണം തടി കിട്ടിയാലേ അച്യുതനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനൊരു ടിസ്റ്റ്. ദേവമംഗലത്തിന് പണി കൊടുക്കാനായിട്ടാണ് അലോക് ഇതൊക്കെ ചെയ്തേന്ന് ഓർത്ത് കരുതിയിരുന്ന. പക്ഷേ എങ്കിൽ ബൂമറാങ് പോലെ അത് തിരികെ തങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യം അത് മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അലോക് കയറി വരുവാണ് അകത്തേക്ക്. ഈ സമയത്ത് ആനന്ദം ഭയങ്കര ദേഷ്യത്തോടു കൂടി അങ്ങോട്ട് വന്നു. ആനന്ദം വന്നിട്ട് അലോകിനെ വിളിച്ചു. നിക്കടാ അവിടെ എന്ന് പറഞ്ഞു. അലോക് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദം ചെന്നിട്ട് അവന്റെ കാരണം തീർത്ത് ഒറ്റ വരെ അടിയായിരുന്നു. എടാ നീ എന്തിനാടാ അവളോട് ഇതൊക്കെ ചെയ്തേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ അലോക് പറഞ്ഞു, വല്യച്ഛ ഞാന്. എടാ നീ ഇതൊക്കെ ചെയ്തതാണോ? നീ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, അല്ലാതെ നിന്റെ ഭാര്യയാക്കാൻ വേണ്ടിയിട്ട് ആരുന്നല്ലല്ലോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ അലോകിനാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അലോക് വല്ലാതെ ആയിപ്പോയി. അപ്പോഴേക്കും ആനന്ദം പറഞ്ഞു, എന്നാലും നീ ഇത്രയ്ക്ക് ദുഷ്ടത്തരം കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ കരുതിയത് നിനക്ക് അവളെ ഇഷ്ടമായിട്ട് നീ അവളുടെ കഴുത്തിൽ താലിയാർത്തി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാന്നാ. എടാ കൃഷ്ണമംഗലത്തിന്റെ പേര് കളയാനായിട്ടല്ലടാ നീ ഇങ്ങനൊരു കാര്യം ചെയ്തേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്യുതൻ വന്നിട്ട് തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഏട്ടാ ഇനി അവനെ തല്ലില്ല, അവനെ തല്ലാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എടാ നീയും കൂടെ അപ്പൊ ഇനി ഒത്താശ ചെയ്യുമായിരുന്നു. അല്ല ഏട്ടാ, അവന് ചെയ്തേല് അവന് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ജനിച്ചപ്പോ മുതല് കൃഷ്ണമംഗലത്തോടുള്ള ദേവമംഗലവും കൃഷ്ണമംഗലവും തമ്മിലുള്ള വഴക്കുണ്ട് വളർന്നവനല്ലേ അവന് ദേവമംഗലത്തോട് തീരാത്ത പകയുണ്ട്. പോരാത്തേന് മിത്രയെ അടിച്ചെടുത്തോണ്ട് പോയവനായിരുന്നില്ലേ ആ ആര്യന്. അപ്പൊ അതിന്റെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു അവന്. അതൊക്കെ കൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അനന്തം പറഞ്ഞു, അതിന്റെ സത്യാവസ്ഥ ഏതായിരുന്നില്ലോ. മിത്ര ആരിനും കൂടെ എങ്ങനെ ഒന്നിച്ചെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞല്ലേ. അതിപ്പോഴല്ലേ ഏട്ടാ, പക്ഷെ ഇത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴല്ലേ സത്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ അനന്തം പറഞ്ഞു, എന്താണെങ്കിലും ഇവൻ ചെയ്തതിനെ ഒരിക്കലും ന്യായീകരിക്കാനായിട്ട് പറ്റില്ല. ഇന്ദിരാമൻ പറഞ്ഞു, അത് ശരിയാ, ന്യായീകരിക്കാൻ പറ്റില്ല. എടാ നീ അവളോട് പ്രേമം നടിക്കാൻ പാടില്ലായിരുന്നു. ധർമ്മം പറഞ്ഞു, അലോകെ നീ ചെയ്ത ശരിയായിട്ടുള്ള കാര്യമല്ല, ആണുങ്ങൾക്ക് ചേരുന്ന കാര്യമല്ല നീ ചെയ്തേ. നീ എന്തിനു വേണ്ടിയിട്ടാ ഇങ്ങനൊരു വൃത്തികെട്ട കാര്യം ചെയ്തത്? നിനക്കിഷ്ടമില്ലെങ്കിൽ പിന്നെ നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമായിരുന്നോ? അവളുടെ കല്യാണം മുടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവളുടെ കല്യാണം മുടക്കാനായിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അലോക് പറഞ്ഞു, കുറ്റമെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം. എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പ്രതികാരം ചെയ്തതിന് ശേഷം അവളെ അവിടെ കൊണ്ട് വിടാമെന്ന് വിചാരിച്ചിരുന്ന. പക്ഷെ ആ സമയത്ത് അവൾ ആ താലി എടുത്ത് കഴുത്തേക്ക് കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. അനന്ത പറഞ്ഞു, അഭിമാനമുള്ള പെണ്ണ അവള്, അതുകൊണ്ട് അവൾ അങ്ങനെ ചെയ്തേ. അല്ലായിരുന്നെങ്കിൽ അവൾ അങ്ങോട്ട് പോയനം. പക്ഷെ അവൾക്ക് അഭിമാനം ഉള്ളതുകൊണ്ടാ. അത് നീ മനസ്സിലാക്കിയില്ല. എടാ ഒരാണിനോടൊപ്പം ഒരു രാത്രി കഴിഞ്ഞ പെണ്ണിനെ മറ്റുള്ളവരെങ്ങനെ കാണുമെന്ന് നിനക്കറിയാവോ? അതിനിയും നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. അത് കേട്ടപ്പം അലോക് പറഞ്ഞു, അത് പിന്നെ എടാ മിത്രയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവിച്ചിരുന്നെങ്കിൽ നീ എന്താ ചെയ്തേനം? അപ്പൊ അതുപോലെയൊക്കെ തന്നെ അവരും ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കുറെ പറഞ്ഞു. ഈ സമയത്ത് അച്യുതൻ പറഞ്ഞു, ഇനിയിപ്പൊ അവനെ ചീത്ത പറയേണ്ട കാര്യമൊന്നുമില്ല. എന്താണെങ്കിലും എനിക്കിതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. അനന്തേട്ടാ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. എന്ത്? ഇപ്പം ഇവന്റെ ഭാര്യയല്ലേ അവള്, ഭാര്യയാന്ന് പറഞ്ഞോണ്ടാണെന്നെങ്കിലും ഇത്രയും ദിവസം അവിടെ കഴിഞ്ഞല്ലേ. ഇപ്പൊ നമ്മക്കല്ലേ അറിയത്തുള്ളൂ അല്ല എന്നുള്ള കാര്യം. നാട്ടുകാരൊക്കെ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? അലോകിന്റെ ഭാര്യ മിത്ര പിണങ്ങിപ്പോയെന്നല്ലേ പറയുള്ളൂ. അപ്പൊ നാണക്കേട് ആർക്കാ? അപ്പൊ കൃഷ്ണമംഗലത്ത് അലോകിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അവൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇവിടുന്ന് ഒരുത്തി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടല്ലോ, അവിടുത്തെ മരുമോളായിട്ടുണ്ടോ അവിടെ പോയി അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കണമെന്ന് പറഞ്ഞു. ആരെ? മിത്രയെ വിളിക്കുന്ന കാര്യമാണോ പറഞ്ഞേ? അതേട്ടാ, അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അനു അവിടേക്ക് പോയല്ലോ, അതുപോലെ തന്നെ അവൾ ഇങ്ങോട്ടേക്ക് വരട്ടെ, ഇവിടെ വന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞു. ധർമ്മം പറഞ്ഞു, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? മിത്ര വരുമെന്ന് അതിന് അച്യുതേട്ടന് തോന്നുന്നുണ്ടോ? അവൾ എന്താളും വരത്തില്ല എന്ന് പറഞ്ഞു. വരാതിരിക്കേണ്ട കാര്യം എന്താ? അവര് പ്രേമിച്ച് കല്യാണം കഴിച്ചൊന്നും അല്ലല്ലോ. അബദ്ധപ്പെട്ട് അങ്ങനെ കല്യാണം നടന്നതല്ലേ, ആ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയും ചെയ്തല്ലേ. അപ്പൊ പിന്നെ ഇനി എന്തിനാ ആര്യന്റെ ഭാര്യയായിട്ട് കഴിയണേ? അതിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. അവിടെ ഒരു നാടകം തന്നെയല്ലേ നടന്നുകൊണ്ടിരുന്നേ. അതുകൊണ്ട് മിത്ര എങ്ങോട്ടേക്ക് തിരികെ വിളിക്കണം, അവൾ ഇവിടെ വരട്ടെ എന്ന് പറഞ്ഞു. ഇവിടെയുള്ള ഒരുത്തി അവിടെ പോയ സ്ഥിതിക്ക് അവൾക്ക് ഇങ്ങോട്ടേക്കും വരാന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പം ജാശ്രീ വന്നിട്ട് പറഞ്ഞു, ശരിയാ, അവൾ പോകുന്ന സമയത്ത് ഒരു വാക്കെങ്കിലും പറഞ്ഞോ? അല്ല അവനോട് ചോദിക്കുക പോലും ചെയ്തോ? ഞാൻ പോട്ടേന്ന് പോലും പറഞ്ഞില്ലല്ലോ. ഇന്ദിരാമ്മ പറഞ്ഞു, ദേ വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുക ചെയ്യണ്ടേ, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ആ മിത്രയെ ഇങ്ങോട്ടേക്ക് വിളിച്ച്
അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വഴക്കുണ്ടാക്കാന്നല്ലാതെ ഒരു പരിഹാരം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങളിങ്ങനെ ചുമ്മാ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അത് കേട്ടപ്പോൾ അച്യുതൻ പറഞ്ഞു, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇന്ദിരാമ്മ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അറിയാലോ ഈ കൃഷ്ണമംഗലം എപ്പോഴും ഗോമതിയുടെ പേർക്കാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് എന്തൊക്കെ നാടകം കളിച്ചെന്ന് പറഞ്ഞാൽ അവളിത് അറിയുന്ന സമയത്തുണ്ടല്ലോ പിന്നെ എന്താണെന്നറിയാലോ സംഭവിക്കുന്നത്. ബാലിനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അച്യുതൻ പറഞ്ഞു, അമ്മ എന്ത് പറഞ്ഞാലും ശരി, ഇതങ്ങനെ എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. എൻ്റെ മകനാ നാണം കെട്ടത്, ഈ കുടുംബം ആ നാണം കെട്ടെ, ഇതിന് പ്രതികാരം ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്യുതൻ അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അനന്ത മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അനന്തൻ്റെ അടുത്തേക്ക് നന്ദിത ചെന്നു. നന്ദിതയ്ക്ക് ഇച്ചിരി ബുദ്ധിയും ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നന്ദിത പറഞ്ഞു, അനന്തേട്ടാ ഞാനൊരു കാര്യം പറയാം, അവരങ്ങനെ അതും ഇതൊക്കെ പറയും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മോളുടെ ജീവിതം നമ്മളായിട്ട് തല്ലിക്കെടുത്തരുത്. അവളെ അവർ പൊന്നുപോലെ നോക്കുന്ന മിത്രേ അവൾ ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് അനന്തേട്ടന് തോന്നുന്നുണ്ടോ? അല്ല നന്ദിത, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പക്ഷെ അവര് സ്നേഹത്തിലാണോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. സ്നേഹത്തിലല്ലെങ്കിൽ അവർ പറയില്ലായിരുന്നോ എന്താണെങ്കിലും അവൾ അവിടെ സന്തോഷത്തിൽ തന്നെയാണ് കഴിയണേ. അല്ലെങ്കിൽ പിന്നെ ആര്യന് അവൾക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവോ? അവളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ആര്യൻ ഇപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയാലോ, അലോകിന്റെ സ്വഭാവമൊന്നും അല്ല ആര്യന്. അലോകിനെ പോലെ പ്രതികാരം ചെയ്യാനും അല്ല ആര്യം വിളിച്ചുകൊണ്ട് പോയത്. നമ്മുടെ മോളും മരിക്കും എന്നുള്ളൊരു സാഹചര്യമായി കഴിഞ്ഞപ്പോൾ നമുക്ക് മാനക്കേടുണ്ടാതിരിക്കാൻ വേണ്ടി, നമ്മുടെ മോൾക്ക് ഒരു ആപത്തുണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാ ആര്യൻ അവിടെ കഴുത്തെ താരി ആർത്തിയത്. അത്രയും നല്ല തങ്കപ്പെട്ട ഒരു സ്വഭാവമുള്ള ചെറുപ്പക്കാരൻ അവന്. അവനെ പോലുള്ളൊരു ചെറുപ്പക്കാരനെ വിട്ടിട്ട് അവൾ ഇങ്ങോട്ട് വരുവോ? വന്നാൽ തന്നെ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ അവളെ വിളിക്കാൻ പോലും പാടില്ല. അച്യുതനൊക്കെ അങ്ങനെ പലതും പറഞ്ഞിരിക്കും. നന്ദിത നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയാണ് അനന്തന്. അച്യുതന്റെ അലോകിന്റെ ഒക്കെ സ്വഭാവം അറിയാലോ, അവർക്ക് എങ്ങനെയും പ്രതികാരം ചെയ്യണമെന്നുള്ളൂ. അല്ല, അലോക് നല്ലവനാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? അവൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അവൻ ചെയ്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ചീത്ത അങ്ങോട്ട് പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പം അനന്തനൊരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. ഇതേ സമയത്ത് ദേവമംഗലത്തേക്ക് അനുസരയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ബാലനാണെങ്കിൽ വല്ലാത്ത സങ്കടമായിരുന്നു. ബാലന് അനുസരയെ വീണ്ടും നെഞ്ചോട് ചേർത്തിട്ട് പറഞ്ഞു, മോളെ എന്നോട് ക്ഷമിക്കും മോളെ, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ അറിയുമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും നിന്നെ ഞാൻ അന്ന് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടില്ലായിരുന്നു. ഞാൻ നിന്നെ അങ്ങനെ ചീത്തയൊന്നും പറയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു. അച്ഛൻ എന്നോട് ക്ഷമ ചോദിക്കാനോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന് മാത്രം എന്ത് തെറ്റാ അച്ഛൻ എന്നോട് ചെയ്തേ? അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലോ, പിന്നെ എന്നോട് എന്തിനാ അച്ഛൻ ക്ഷമ ചോദിക്കുന്നേ? അതിന് മാത്രം ഞാൻ ആരാന്ന് ചോദിച്ചു. എന്നാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ മോൾ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഞങ്ങൾ ഇത്രയും കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തിയിട്ട് അതൊന്നും അച്ഛൻ കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ദേവമംഗലത്തിൽ ഉത്സവ പ്രതീതിയായിരുന്നു. ഇത്ര ദിവസം ഉണ്ടായിരുന്ന കാറും കോളും ഒക്കെ അങ്ങടെ മായുവാണ്. പിന്നീട് ഗോമതി പൂജാമുറിയിലേക്ക് ഒന്ന് മനുരുരി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഭഗവാനെ, എൻ്റെ പ്രാർത്ഥന നീ കേട്ടു. ചങ്കിനകത്തൊരു നെരിപ്പോടായിരുന്നു ഇത്രയും ദിവസം. എൻ്റെ മോള് ഞങ്ങളെ വഞ്ചിച്ചല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ ഇപ്പൊ എന്തൊരു ആശ്വാസമാണെന്നറിയാവോ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇച്ചിരി പ്രസാദം എടുത്തുകൊണ്ട് വന്നിട്ട് അത് അനുശ്രീയുടെ നെറ്റിയിലേക്ക് തൊട്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് മീനാക്ഷി മിത്രയോട് പറഞ്ഞു, ഇപ്പൊ കണ്ടില്ലേ, നമ്മളെ ഒന്നും ഒരു മൈൻഡ് ഇല്ലാന്ന് പറഞ്ഞു. വെറുതെ കളിയാക്കുവാണ് ഗോമതിയെ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അതെ നിങ്ങൾക്കറിയാലോ എൻ്റെ മോളെ ഞാൻ എത്രമാത്രം വാക്കുകൊണ്ടൊക്കെ നോവിച്ചിട്ടുണ്ടെന്ന്. അത് മാത്രമല്ല, അവൾ എന്നോട് സംസാരിക്കാൻ വന്നു കഴിഞ്ഞപ്പം അവളുടെ ദേഹത്തേക്ക് ഒരു ബക്കറ്റ് വെള്ളം ഞാൻ കോരി ഒഴിച്ചു. എന്നോട് ക്ഷമിക്കും മോളെ, അതൊന്നൊക്കെ എനിക്കിതൊക്കെ കാര്യത്തെക്കുറിച്ചൊന്നും അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തു പോയതാ. നിനക്ക് അപ്പോഴെങ്കിലും എന്നോടൊരു വാക്ക് പറയായിരുന്നു, എൻ്റെ ഭഗവാനെ എന്നോട് പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി സങ്കടപ്പെടുമ്പോഴത്തേനും അനുശ്രീ ഗോമതി കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മ എന്നെ ഇങ്ങനെയൊന്നും പക്ഷെ അമ്മ പറയൊന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ല. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ? മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മമാര് വഴക്കു പറയും, സ്വാഭാവികം. അതിനിപ്പോ അമ്മ ഇത്രമാത്രം വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതല്ലേ, സാരമില്ലാന്ന് പറഞ്ഞു. ആ സമയത്ത് ആനന്ദും ആര്യനും അവരെല്ലാരും കൂടെ എങ്ങോട്ടേക്ക് വരുന്നേ. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, എൻ്റെ മോള് വിഷമിക്കൊന്നും വേണ്ട, മോൾക്ക് പഠിത്തത്തിൽ നല്ല മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അപ്പൊ ഇന്ന് നമ്മളിവിടെ ഒരു ഉത്സവ പ്രതീതിയാക്കാൻ പോവാന്ന് പറഞ്ഞു. ആര്യനും ആകാശമൊക്കെ പറഞ്ഞു, അത് ശരിയാ, നമ്മളൊന്ന് അടിച്ചു പൊളിക്കണം. അപ്പോഴേക്കും ഗോപതി നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കാം, പായസമൊക്കെ വെച്ച് അടിപൊളിയായിട്ട് വേണം നമ്മൾ ഇന്നിവിടെ ആഘോഷിക്കാനെന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, നിനക്കിനി എത്ര പഠിക്കണോ, നിന്നെ എത്രമാത്രം ഞാൻ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. നിന്നെ IAS കാര്യമാക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോഴേക്കും അനുശ്രീ പറഞ്ഞു, അച്ഛാ എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്, അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റണം എന്നുള്ളത്. എനിക്ക് പഠിക്കണോ അച്ഛാ, അത് മാത്രം എൻ്റെ ഇപ്പം മനസ്സിലെ ആഗ്രഹം എന്ന് പറഞ്ഞു.
അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, നിന്നെ എത്ര വെള്ളം ഞാൻ പഠിപ്പിക്കാം. അനുസരിച്ച് പറഞ്ഞു, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട, എനിക്ക് പഠിച്ചാൽ മാത്രം മതി, അത് മാത്രം എൻ്റെ മനസ്സിലുള്ളെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞാൽ ബാലനും കോമതിക്കും പിന്നെ ഇരട്ടി സന്തോഷമാണ്. കാരണം അനുസരിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട്. എന്താണെങ്കിലും അലോകിന് നല്ല കുശാലായി. മിത്ര എന്താണോ അങ്ങോട്ട് തിരികെ പോകാനും പോകുന്നില്ല. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.